ജംബുമുനി എന്ന് പറയപ്പെടുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഭഗവാൻ മഹാദേവനെ ഒരുപാട് കാലം ആരാധിച്ചു അത്രേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള മഹാദേവൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം നല്ല രുചിയുള്ള ഞാവൽ പഴങ്ങൾ മഹാദേവന് കൊടുത്തു എന്നാണ്. ആ ഞാവൽപ്പഴം കിട്ടിയപ്പോൾ ഭഗവാന് തൻ്റെ ഭക്തൻ തന്നതാണ്, സ്നേഹത്തോടു കൂടി തന്നതാണ്. വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടിയൊക്കെ ഭഗവാൻ ആ ഞാവൽപ്പഴം എടുത്ത് കഴിച്ചു. അതിലൊരു ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുരു ഭഗവാൻ പുറത്തേക്ക് തുപ്പി എന്നാണ്. ആ ഞാവൽ മരത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ആ ഞാവൽപ്പഴത്തിൻ്റെ വിത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് നടുകയും അവിടെ ഒരു ഞാവൽ മരം ഉണ്ടായി വരികയും ചെയ്തു എന്നാണ്. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈ ഞാവൽ മരത്തിന് താഴെ ഇവിടെയുള്ള ഈ നദിയുടെ താഴത്ത് അങ്ങയുടെ സാന്നിധ്യം സദാസമയം ഉണ്ടാവണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയാണത്രേ അവിടെ ആദ്യമായിട്ട് ഈ ജലരൂപത്തിലുള്ള ശിവലിംഗം തന്നെയാണ്. അതിൻ്റെ പ്രധാന ഭാഗം ഇരിക്കുന്നത് ജലത്തിലാണ്.